ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരാളുടെ ചിന്തയാണ്. ചിന്തയും വിരിയുന്ന അക്ഷരക്കൂട്ടങ്ങളാണ് പുസ്തകങ്ങളായിട്ട് പുനർജനിക്കുന്നത്. ഉടനൊരിയാട്ടം ഋഷിജിയുടെ 35 കവിതകൾ അടങ്ങിയ ഉടനൊരിയാട്ടം എന്ന പുസ്തകം ഇവിടെ റിലീസായിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടാം അല്ലെ, ഇതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത്. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മിസ് ജാനകി. പുസ്തക പരിചയം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിയുടെ ഉടനൊരിയാട്ടം എന്ന പുസ്തകത്തിന്റെ പ്രകാശനാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലുള്ള കർത്തവ്യം. നമുക്കെല്ലാം പേര് തന്നെ നമുക്ക് ആദ്യം പറയാം. ഉടലുരിയാട്ടം, ഉടലിന്റെ ഉരിയാട്ടം. ഉടലുകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓരോ കവിതകളിലും ഉഷേച്ചി വരച്ചു വെച്ചിട്ടുണ്ട്. കവിതയായതുകൊണ്ട് തന്നെ കവിതയെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 35 കവിതകളാണുള്ളത്. ആദ്യത്തെ കവിത തന്നെയാണ് ഉടലുരിയാട്ടം എന്ന കവിത. കവിത ആരംഭിക്കുന്നത് തന്നെ പ്രണയബന്ധത്തിലെ അപൂർണതകൾ പറഞ്ഞതുകൊണ്ടാണ്. ഒരിക്കലും എൻ്റെ ഉടലളവുകൾ നീ വിരൽ തൊട്ടറിഞ്ഞില്ല, എൻ്റെ ഉയർദാഹം എന്ന വരി പ്രണയത്തിലെ ഭൗതികമായ തലങ്ങളെ കവയത്രി ബോധപൂർവം ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ വെയിലിൽ നനഞ്ഞും മഞ്ഞിൽ കുതിർന്നും മഴയിൽ തപിച്ചു മുറുകിയും അയഞ്ഞും ഉള്ളുരുകി പ്രണയിച്ചിരുന്നു. ഞാൻ ഒളിപ്പിച്ചത് നീ തുറന്നു പറഞ്ഞില്ല, നീ ഒളിപ്പിച്ചത് ഞാൻ എന്ന വരികൾ അവരുടെ അഗാധമായ ആ പ്രണയബന്ധത്തിന്റെ ആത്മബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രണയം പൂർണ്ണതയിലെത്താൻ ചുംബനം മതിയായിരുന്നിട്ടോ അവർക്ക് അതിന് സാധിക്കുന്നില്ല. പകരം അതൊരു വിരൽ സ്പർശത്തിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു പ്രണയത്തിന്റെ ആത്മബന്ധം, ആ തീവ്രതയാണ് നമ്മൾ ഈ വരികളിലൂടെ കാണുന്നത്. 2 കവിതകൾ കൂടി ഞാനിങ്ങനെ സൂചിപ്പിക്കാം. അത്താണി തേടുന്നവർ. നിന്നെ ഓർക്കുമ്പോഴാണ് തനിച്ചാക്കപ്പെട്ടതിന്റെ ഭീകരത. കാലങ്ങൾ കൊണ്ട് പുനർജനി കടന്നു കയറിയ ആത്മാവിൽ വീണ്ടും അതിന്റെ മൂർത്തരൂപം പ്രാപിക്കുന്നതും മൂർച്ചയുള്ള ആയുധം ആഴത്തിലിറങ്ങി ഹൃദയഭിത്തി തുറക്കുന്ന നൊമ്പരമേറ്റ് ഉള്ളകം പിടയുന്നതും ആത്മവേദനയുടെ ശാരീരികമായ പ്രതീകവൽക്കരണമാണ്. ഓരോ കവിതയും പ്രതീകവൽക്കരിക്കുന്നത് ഉടലിനെ തന്നെയാണ്. അതുതന്നെയാണ് ഈ കവിതയ്ക്ക് ഉടലുരിയാട്ടം എന്ന പേര് ഏറ്റവും അനുയോജ്യമായിട്ട് തീരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചേച്ചിയുടെ എഴുത്തു വഴികളിൽ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിയുടെ ഓരോ എഴുത്തുകളും ഏറെ മനോഹരങ്ങളാവുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരവുമാണ്. ചേച്ചിയുടെ ഈ 35 കവിതകളുടെ ഈ സമാഹാരം ശരിക്കും ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ചുറ്റും കാണുന്നവരുടെ ഓരോരുത്തരുടെയും മനസ്സിനെ പ്രിയപ്പെട്ട ഉഷച്ചേച്ചി ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. എൻ്റെ ചുറ്റിനുമുള്ള കഥാപാത്രങ്ങളെ, മനുഷ്യരെ, ചിന്തകളെയൊക്കെ തന്നിലേക്ക് ആവാഹിച്ച് മുറിവുകൾ ഉണ്ടാക്കി വേദനയോടുകൂടി തന്നെ എഴുതി തീർക്കുന്ന ഒരു ശൈലി. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചേച്ചിയുടെ വളരെ മനോഹരങ്ങളായ വൃത്തഭംഗിയോടെ കൂടി എഴുതുന്ന കവിതകളാണ്. കാരണം അതാണ് കണ്ട് ശീലങ്ങൾ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ചേച്ചിയുടെ ഈ ഗദ്യ കവിത ഉടലുരിയാട്ടം എനിക്ക് കാണാൻ സാധിച്ചത്. ചേച്ചി എഴുതിയ ഈ കവിതകളിൽ ചേച്ചിയുടെ യാത്രയിലെ കാണപ്പെട്ട ഓരോ അംഗങ്ങളുടെയും മനസ്സിലാക്കപ്പെടലുകളുടെയും ഒക്കെ മനസ്സുകളുടെയും ഒക്കെ ആ ഒരു വികാരങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. ഏറെ മനോഹരമായ ചേച്ചിയുടെ ഈ കവിത വരും കാലങ്ങളിലും വളരെയേറെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട അമ്മാർ കീഴ്പറമ്പിലെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ചേച്ചിയുടെ കവിതകളെ പറ്റി പറഞ്ഞാൽ കഥകളെ പറ്റി എന്ത് പറയുമെന്നുള്ളതാണ്. കഥകളെ പറ്റി പറഞ്ഞാൽ നോവലിനെ കുറിച്ച് എന്ത് പറയുമെന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെതായ ഇടം കണ്ടെത്തുകയും ആ ഇടത്തിൽ
ഒരാളായിട്ട് വിലസുകയും ചെയ്യുന്ന ഗൾഫിലെ ഒരു എഴുത്തുകാരി എന്ന് ഞാൻ വിശേഷിച്ച് പറയുന്നു. ഇന്ന് രാവിലെ ഇവിടെ ഒരു പുസ്തകപ്രകാശനം ഉണ്ടായിരുന്നു. കഥകളാണ്. ആ കഥകളെക്കുറിച്ച് സംസാരിച്ച ഒരാൾ പറഞ്ഞത്, പൊരിച്ച മീനിന്റെ മുകളിലിടുന്ന അടയാളമുണ്ടല്ലോ, വരണ്ടല്ലോ, ആ വരയാണ് ഈ കഥകൾ എന്നിൽ ഉണർത്തുന്നതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഒരു മീനിന്റെ മുകളിലിടുന്ന വെളിച്ചെണ്ണ ഊർന്നിറങ്ങാൻ, അല്ലെങ്കിൽ അതിന്റെ എരിവ് ഊർന്നിറങ്ങാൻ വേണ്ടി ഇടുന്ന വരയുണ്ടല്ലോ, ആ വരയാണ് ഈ കഥകൾ. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെയാണ് ഓരോ പുസ്തകങ്ങളെയും ഇവിടെ വിലയിരുത്തുന്നത്. പുസ്തകത്തെ അല്ല സത്യത്തിൽ വിലയിരുത്തുന്നത്, ആ വ്യക്തിയാണ്. കാരണം ആ വ്യക്തി നമ്മുടെ സുഹൃത്തായിരിക്കാം, ബന്ധുവായിരിക്കാം, അധ്യാപകനായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നാമുമായി ബന്ധപ്പെട്ടേക്കും. അപ്പൊ അദ്ദേഹത്തെ വെറുതെ ഒരു ശത്രുവാക്കണ്ട എന്ന് കരുതി പുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഓരോ 25 മിനിറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഉഷേച്ചിയെ കുറിച്ച് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഉഷേച്ചിയുടെ ഓരോ വരികളിലും അർത്ഥസമ്പന്നമായിട്ടുള്ള വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ തവണ ഇറങ്ങിയ നോവൽ പേടിപ്പിക്കാൻ നല്ല ആളാണ്. നമ്മിൽ ഒരു ഭയം ജനിപ്പിക്കുകയും ആ ഭയത്തിലൂടെ തന്നെ പുസ്തകത്തിന്റെ പേജുകളിലൂടെ വായനക്കാരൻ നടത്തിക്കുകയും ചെയ്യുന്ന, നമുക്കൊരു മുഷിപ്പ് തോന്നില്ല. ഒരു 10 പേജ് വായിച്ച് 20 പേജ് മറച്ചിട്ട് 30ാമത്തെ പേജ് വായിക്കുന്ന അത്തരം ഒരവസ്ഥ വേണ്ടിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ശൈലിയും അവരുടെ പദസമ്പത്തുമാണ്. തീർച്ചയായിട്ടും ഗൾഫ് സാഹിത്യ രംഗത്ത് വിഷയിച്ചിക്ക് ഇപ്പോഴുള്ള സ്ഥാനം എന്ന് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു സോ മച്ച്. അടുത്തതായി ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ, സമയപരിമിതികളുണ്ട്. 2 വാക്ക് ഇപ്പം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉഷയെ കുറിച്ച് എല്ലാ കൊല്ലവും ഉഷയോട് ഞാൻ ചോദിക്കുന്നു, ഉഷയോട് വരുമ്പോൾ പുസ്തകം ഉണ്ടാവുമോ? പറഞ്ഞതില്ല, പുസ്തകത്തിൽ യാതൊരു സാധ്യതയുമില്ല എന്ന് പറയും. പക്ഷേ പുസ്തകം എന്തായാലും ഇപ്പോൾ ഇത് 9ാമത്തെ പുസ്തകമാണ് ഇതിവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. അതിൽ 2 പുസ്തകങ്ങളാണ് കവിതാ സമ്മാനം. ബാക്കി പലതും നോവലുണ്ട്, യാത്ര, കവിതയിലൊന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ അവതാരിക ഇതിപ്പോൾ ഈ പുസ്തകം പരിചയപ്പെടുത്തിയ ആൾ ആദ്യം ചൊല്ലിയ കവിത തന്നെ ഒരു വല്ലാത്ത കവിതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എന്നെ കാണാൻ നല്ല ചെറുപ്പക്കാരനാണെങ്കിലും എനിക്ക് ഒരു 10-60 വയസ്സിനടുത്തായി. എൻ്റെ ഭാര്യ സദസ്സിലിരിക്കുന്നുണ്ട്. ആ കവിതയുടെ അർത്ഥം ഞാനൊന്ന് ഊഹിച്ചു. അപ്പോൾ വളരെ കറക്റ്റാണ്. ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആ പുസ്തകം വാങ്ങണം. ആദ്യത്തെ കവിത തന്നെ വായിച്ച് ഇതൊന്ന് വിലയിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഉഷ അടുത്ത കൊല്ലവും നല്ലൊരു പുസ്തകവുമായി മറ്റൊരു കവിത തന്നെ എഴുതണം. നല്ല കവിതകൾ വരട്ടെ. നല്ല കവിത വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പുതിയ തലമുറക്ക് നമുക്ക് പറ്റിയ കവിതയാണ് ഈ പുസ്തകത്തിൽ. പിന്നെ ഒരു പ്രത്യേകത പറയാം, ഉഷയുടെ എല്ലാ പുസ്തകത്തിൻ്റെയും പേരിൻ്റെ ഒരു പ്രത്യേകതയുള്ള പേരാണ്. ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് ഗ്രീഷ്മതാപം എന്നാണ്. നമുക്ക് സമയപരിമിതി ഉണ്ട്. ഉഷ ചേച്ചിക്കൂടെ എന്തെങ്കിലും സംസാരിക്കാൻ കൊടുക്കണം. താങ്ക് യു സോ മച്ച്. നമുക്ക് കഥാകാരിയെ പറ്റി അല്ലെ ഇപ്പോഴത്തെ കവിത ഉഷ ചേച്ചി സംസാരിച്ച് നമുക്ക് സമയം കൊടുക്കാം. പെട്ടെന്ന് എങ്ങനെ വേണ്ടേ സംസാരം? ഓക്കെ, അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി പ്രിയപ്പെട്ട ഷംസുൽ ശാസ്ത്രത്തിന് ക്ഷണിക്കുകയാണ്. ഞാനാകെ കുടുങ്ങിയിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മുഖി പറയുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഇനി ക്യാൻസൽ ചെയ്യണോ ഇനി പറയണോ എന്നുള്ളൊരവസ്ഥയിലായിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഇന്ന് ഞാൻ ഏകദേശം 3 പ്രകാശന ചടങ്ങുകളിൽ പങ്കെടുത്തു. അപ്പോൾ 3 പ്രകാശന ചടങ്ങുകൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് സദസ്സ് ഈ ഉടലൊരിയാട്ടത്തിൻ്റെ സദസ്സിൽ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ എല്ലാ മുഖങ്ങളിലേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ കണ്ണിനെ ഇങ്ങനെ അങ്ങോട്ട് പായിച്ചിട്ടുണ്ട്. കാരണം
അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉഷേച്ചുമായിട്ടുള്ള ബന്ധമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും സ്നേഹിക്കുന്ന അത്രയും ആത്മാർത്ഥതയോട് ഉള്ളവരാണ് ഇവിടെ ഇതിൽ പങ്കുചേർന്നിട്ടുള്ളതെന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. വെറുതെ ഒരു പുറംപോക്ക് അല്ലെങ്കിൽ ഒരു മുഖം കാണിക്കൽ എന്നതിനേക്കാൾ അപ്പുറം ആത്മാർത്ഥമായ സ്നേഹിതരാണ് ഇവിടെ ഉള്ളത്. കാരണം എനിക്കറിയാം, ഞാൻ ഉഷേച്ചുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. കാരണം ഈ ബുക്ക് ഫെയറിൽ വരാൻ തുടങ്ങിയ കാലം അതായത് ബുക്ക് ഫെയറിൽ വരാൻ തുടങ്ങിയ കാലം തൊട്ടേ ഉഷേച്ചിയുടെ വണ്ടിയിൽ മുൻ സീറ്റിൽ അവിടെ സ്ഥിരമായിട്ട് സീറ്റിലിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ആരോടൊക്കെ ഉഷേച്ചിക്ക് ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വന്ന പിന്നെ കൂടുതൽ സംസാരിക്കാനില്ല തോന്നുന്നു. ഏതായാലും ഞാൻ മൈക്ക് കൈമാറാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊന്നുമല്ല, സമയപരിമിതി കൊണ്ടാണ് നമ്മുടെ കവിതയോട് എത്തിച്ചേർന്ന് എത്തിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഉഷ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് അത് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പേരെ ഇവിടെ ഈ സദസ്സിൽ കാണുമ്പോൾ എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട്. നിങ്ങളോടൊക്കെ ഞാൻ എൻ്റെ സ്നേഹം പറയുന്നു. ഞാൻ ആദ്യമേ അങ്ങ് നന്ദി പറയാൻ പോവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നന്ദി എന്ന് പറയുന്ന സാധനം പലർക്കും ഇല്ല, മറന്നുപോകും. നന്ദി പറയാൻ പലപ്പോഴും മറക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം നന്ദി പറയട്ടെ. ആദ്യം പുന്നക്കൻ മുഹമ്മദ് അലി, പുന്നക്കൻ മുഹമ്മദ് അലി ചിരന്തനയുടെ എൻ്റെ കൂടെ എല്ലാ സമയം എൻ്റെ അഭ്യുദയകാംക്ഷി എന്നെനിക്ക് ഒറ്റ വാക്കിൽ പറയാം. കൗമുദി TV-യുടെ വിനു മനോഹർ, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. അമ്മാർജി പിന്നെ പറയണ്ട, എല്ലാവർക്കും അറിയാം അമ്മാർജിയെ പറ്റി. അമ്മാർജിയെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ശംശിയുടെ അടുത്ത സുഹൃത്താണ്. പിന്നെ ജാനകി നാട്ടിൽ നിന്ന് വന്നതാണ്. പുസ്തക പരിചയത്തിന് സുസംസിയായ ആളാണ് ജാനകി. ടീച്ചറാണ്. നമ്മുടെ സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് വിശേഷണങ്ങൾ ഒരുപാടാണ്. ജേർണലിസ്റ്റ്, ടീച്ചർ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള മാധ്യമപ്രവർത്തക. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പുസ്തകത്തിന് മുഖചിത്രം രൂപകൽപ്പന ചെയ്ത എൻ്റെ ലൗലി ഇവിടെ ഉണ്ട്. അവളിവിടെ ഇരിപ്പുണ്ട്. അവളാണ് എനിക്ക് മുഖചിത്രം വരച്ച് എനിക്ക് തന്നത്. പിന്നെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള, എനിക്ക് എല്ലാ സപ്പോർട്ടുള്ള ഉഷ എല്ലാ വർഷവും ഇറക്കുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കുടുംബത്ത് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പുസ്തകം ഇറക്കാം, എനിക്ക് എഴുതാം, എനിക്കത് മാത്രമേ ഉള്ളൂ പണി, വേറെ ഒരു പണിയില്ല. പിന്നെ എനിക്ക് എഴുതിക്കൂടെ, മടിക്കാതിരുന്നൂടെ എനിക്ക്. അങ്ങനെ എൻ്റെ മക്കളുടെ സഹായമുണ്ട്. പിന്നെ ഉള്ളത് സുസമസ്യയുടെ ഹരി കാരണമാണ് ഈ പുസ്തകം ഇറങ്ങിയത്. ഹരി ചോദിച്ച് മേടിച്ചു തരണമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ കൊടുത്തതുപോലുമല്ല, എന്നോട് ചോദിച്ചു മേടിച്ചാൽ. ഹരിയുണ്ട്. പിന്നെ സുസമസ്യയുടെ സുനിത. രണ്ടുപേരോടും, ഇത്രയും പേരോട് എനിക്ക് നന്ദി പറയാതെ വയ്യ. പിന്നെ പറയാനുള്ളത്, പുസ്തകത്തെ പറ്റി പറയാനുള്ളത് ഒരു വെറൈറ്റി, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. അല്ലാതെ ഇതിലൊന്നും എൻ്റെ അനുഭവങ്ങളോ എൻ്റെ ജീവിതമോ അല്ല. ഞാൻ ഒറ്റപ്പെട്ടിട്ടുമില്ല. എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എനിക്കത് മതി. ഒരു 100 ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതുപോലുള്ളവരിലും ഫ്രണ്ട്സുണ്ട്. എൻ്റെ ചുറ്റും നിങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സുണ്ട്. പിന്നെ എൻ്റെ കുട്ടികളുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ഒറ്റപ്പെടും? ഭർത്താവില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ദോഷമില്ല. പിന്നെ എൻ്റെ ഉടലിരിയാട്ടത്തെ പറ്റി ആരും ഒന്നും പറയണ്ട, മനസ്സിലായോ? വായിക്കുന്നവരൊക്കെ വായിച്ചു. നോവ് തിന്നും കരളിനെ പാടുവാനാവൂ നിത്യം മധുരമായി ആർദ്രമായി. ആര് പറഞ്ഞാന്നറിയാമോ? ആരുടെ വരികളാണെന്ന് ആർക്കെങ്കിലും പറയാമോ? എത്ര പേര് പറയും? കവിത വായന ഇല്ല. കവിത ഒരു പഴയ ഒരു മഹാകവിയുടെ കവിത പോലും ആരും വായിക്കുന്നില്ല. രവി ശങ്കരക്കുറിപ്പ് എഴുതിയ വരികളാണ്. അത് കരളിൻ്റെ നോവാണ് നമ്മുടെ കവിതയായിട്ട് വിരിയുന്നത്. ഉള്ളിലെ നോവാണ്, നൊമ്പരമാണ്. അല്ല സന്തോഷിച്ചിരിക്കുമ്പോൾ ആരും കവിത എഴുതത്തില്ല. എഴുതും 1-2 വരികൾ പൊടി, 1-2 വരികൾ എഴുതും. സങ്കടം വരുമ്പം, ദുഃഖം വരുമ്പം, വേദന വരുമ്പം, വിരഹം, നൊമ്പരം, പ്രണയം, ഇതൊക്കെ വരുമ്പോഴാണ്, പ്രണയ നൈരാശ്യത്തിലൊക്കെയാണ് നമ്മൾ എഴുതിപ്പോ. അത് രാത്രിയിലേ എഴുത്തു വരത്തുള്ളൂ. നല്ല കവിത വിരിയണേ രാത്രിയിൽ എഴുതണം, ഇല്ലേ? അതാണ് ഞാൻ പറയുന്നത്. മനസ്സിന് നൊമ്പരം ഉള്ളതുപോലെ തന്നെയാണ്
മനസ്സ് ശരീരവും, അതായത് മനസ്സ് ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. മനസ്സിന് നൊമ്പരോടെ എഴുതുന്ന പോലാണ് ശാരീരികമായിട്ടുള്ള അവശതകളും ശരീരത്തിന് വരുന്ന നൊമ്പരങ്ങളും വേദനകളും. മനസ്സിലായോ? അങ്ങനെ ശരീരവും അതുപോലെ തന്നെയാണ് പ്രതികരിക്കുക. നമുക്ക് കവിത വരും, ദേഹത്ത് നൊമ്പരം വരുമ്പോൾ പനിയായിട്ട് കിടക്കുമ്പോൾ കവിത എഴുതുന്നുണ്ട് ആൾക്കാർ, ആശുപത്രി കിടന്ന് കവിത എഴുതുന്നുണ്ട്. അതെ, നൊമ്പരം. അതാണ് ഇതിൻ്റെ, അതായത് ഭാഷയുണ്ട്, ശരീരത്തിന് ഭാഷയുണ്ട്. ആ ഭാഷ ഉരിയാട്ടമായി പുറത്തു വരും. അതാണ് ഉടലിൻ്റെ ഉരിയാട്ടം. ആ ഭാഷയെ നമ്മൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുത്തുന്നതാണ് കവിതയായി രൂപപ്പെടുന്നത്. ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്, ഇവിടെ വന്നവരും സഹകരിച്ചവരോടും എല്ലാം. അതുമാത്രമാണ് എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി അല്ലെങ്കിൽ ദൗത്യം. എല്ലാ പ്രാവശ്യവും അത് തന്നെയാണ് നന്ദി പറയുക. അടുത്ത പ്രാവശ്യവും ഞാൻ നന്ദി പറയും.